പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസം, അതായത് തലേന്ന് കല്യാണം. ഈ ചിഞ്ചുവിന്റെ അടുത്ത് സെറ്റപ്പ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചാണ് ഇതിൽ എടുക്കുമ്പോ കുറച്ചുകൂടി കൂടുതലായി. ആരാ മേക്കപ്പ് ചെയ്തേ? കുട്ടിയുടെ സ്ഥാനങ്ങൾ നിങ്ങളെ രണ്ടാളില്ല. തോടിമാരും ഇതാടപ്പ വന്ന് കൃമജിന്റെ കുട്ടിയാ. വല്ലാത്ത ചിരിയായി പോയല്ല. എല്ലാ കളി 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 സൂപ്പർ ചെയ്യണല്ല. എല്ലാ ഡാഡി മുന്നിൽ ആരാണ്? ഒരു ദാദാ സാഹിബ് പോണ് മുന്നിൽ. എല്ലാം ഇങ്ങോട്ട് നോക്കേ. ഹായ് അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് തലേന്ന് കല്യാണം കഴിഞ്ഞത് ഞാൻ മൈലാഞ്ചി കല്യാണം കാണിച്ചിരുന്നു. അതിനുശേഷം തലേന്ന് കല്യാണമാണ് കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഒരുങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ട് ഉണ്ട്, അതിന് പോകാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങളതൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണവാട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മണവാട്ടിനെ കാണണ്ടേ? മണവാട്ടി ഇവിടെ. ബാക്കിയുള്ളവരൊക്കെ അവിടെയാണ്, അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണവാട്ടി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്യാമറമാനാണ്. ഹലോ, അതെ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്. പോരാ, രസമുണ്ടോ? അടിപൊളി. ആരൊക്കെയാണ് കൂടെ പോണത്? ഈ എന്താ മാറ്റത്? സിയ നോക്കട്ടെ. സിയൊരു തനിവിടെ ആരുതാണോ? അതായിരുന്നാ ഫോൺ അടിക്കണേ. കേട്ടോ, ഇത് നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എന്റെ പേര് രമ്യ, ഇനീസിയോ എന്നാണ് പേര്. ഇനീസിയോ മേക്ക് ഓവർ ആലത്തിയൂരല്ലേ? ഓക്കെ. ചിരിക്കൊക്കെ വേണം ഒരു പുതിയ എണ്ണ ആയാലും. എന്താ ഇപ്പത്? ചിരിക്കാൻ പറ്റുന്നില്ല. എന്ത് പുണ്ണുള്ളതുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലും എന്നാ ചിരിക്കാതിരുന്ന ജാട പുതിയ എണ്ണാണെന്ന് പറയട്ടെ നീനോ അല്ലേ? മണവാട്ടിയും തോഴിമാരും ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് പൂക്കായി. ഇനോ എന്തേ ടാറ്റാട്ടിക്കട്ടാ. റെഡി റെഡി 1 2 3 ഓക്കെ. ബിസ്മി ചൊല്ലി പോയിക്കോളെ. വരി ഇങ്ങോട്ട് ഇറങ്ങി. നമ്മള് റെഡി ആയിക്കട്ടാ. ഫെല്ലക്കുട്ടി അവിടുന്ന് വാപ്പച്ചിന്റെ നല്ലൊക്കെ കൂടെ വരും. നൈലാപ്പിക്ക് വാപ്പച്ചി കൊണ്ടുവന്നിരുന്നു ബ്ലാക്ക് ഡ്രസ്സ്. പാകായില്ല, ഇതിട്ട് കൊടുത്ത് വളൊക്കെ ഇട്ടിക്കണ് കുഞ്ഞ്. ബ്ലാക്കുകള് ഞങ്ങളേക്കുണ്ടാ നോക്കട്ടെ എല്ലാരും. അല്ല അവിടെ ലേറ്റ് ഇടോ. അതെ 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 ഉറക്കം വന്നിക്കണോ? ഉറക്കം വന്നിക്കണ. ചിഞ്ചോ ചിഞ്ചോ ഷിനോ വരൂ കാണട്ടെ. ചിഞ്ചുവിൻ്റെ അടുത്ത് സെറ്റപ്പ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചാണ്. പൊളി. എന്തുകൊണ്ടാ ബാഗ് എടുത്തത്? ഇടക്കിടക്ക് ടച്ചപ്പ് ഒന്ന് ചെയ്യാൻ. ലിപ്സ്റ്റിക് എല്ലാ ഷെയ്ഡും, എല്ലാവർക്കും പറ്റിയ ഷെയ്ഡുകളുണ്ടല്ലേ. ഷിനു എവിടെ? റിച്ച് പൊളിട്ടാ, പൊളി പൊളി. അപ്പൊ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് പോയിട്ട് വരാം. ഞാൻ ബാഗൊക്കെ ഇട്ടിട്ടാ. ടോപ്പ് ഇറക്കിയ റെയിനിങ് കാണും.
റിയോ കാണിക്കേ എടാ ഈ കയറുന്നുണ്ടോ അമ്മ ഞങ്ങൾ പോയി ഇതിൽ എടുക്കുമ്പോ കുറച്ചുകൂടി കൂടുതലായി ആരാ മേക്കപ്പ് ചെയ്തേ ഞാൻ ഇട്ടിട്ടില്ല. അതായത് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്നലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദാ ചിഞ്ചു മിനിഞ്ഞാന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷീനു റിനോ അനക്കിട്ടല്ലേ ഫൗണ്ടേഷൻ? ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടുക്കണ പിന്നെ അവിടെ വീട്ടിൽ കഴിഞ്ഞിട്ടാ മിനിഞ്ഞാന്നത്തത് അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് മിനിഞ്ഞാന്ന് പറഞ്ഞേ മാറിപ്പോയത് സോറി ഇന്നത്തത് ചിഞ്ചു ഇന്ന് ഇത് ചിഞ്ചുവിന്റെ മേക്കപ്പ് ആണ് കേട്ടോ ഞങ്ങക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് എന്താ ചോദിച്ചാല് പിന്നെ ഞങ്ങക്ക് കളർ കോഡ് ഉണ്ട് കേട്ടോ ഫാമിലി കളർ കോഡ് ഈ എന്താണ് കളർ കോഡ് ഇടാഞ്ഞത് ഇവരെ ഫാമിലി റെഡ് ആൻഡ് ഓറഞ്ച് ആണ് പക്ഷെ അവന് വൈറ്റ് എടുക്കണത് തീരെ ഒരുമല്ലിട്ടാ ഞങ്ങളെ ഫാമിലി ബ്ലാക്ക് ആണ് ആണാ നീനു ചെറിയനു ബ്ലൂ ആണ് ഈ ആങ്ങളമാരൊന്നും തീരെ ഒരു ഇതില്ലേട്ടാ ഒരു വലിയേട്ടാ വെറൈറ്റി പിടിക്കുകയാണ് അല്ല എന്റെ കെട്ടിയോ ഞങ്ങള് കെട്ടിയോമാര് വരെ ബ്ലാക്ക് ആണ് അല്ലേ ആങ്ങളമാരും ഇങ്ങോട്ട് ബ്ലാക്ക് അതിലൊക്കെ ഈ ആങ്ങള ഇവരെ ഫാമിലി ബ്രൗൺ ആണ് കേട്ടോ ഞങ്ങളെല്ലാം സൂ ആണ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാരും ബ്രൗൺ അവര് ഫുൾ ഫാമിലി ഫുൾ ബ്രൗൺ ആണ് ഇനി അപ്പം നമ്മുടെ മരുമക്കളായിട്ടുള്ള ആദ്യത്തെ പഴയ മരുമക്കളായിട്ടുള്ള സമുക്ക ജനു വരുന്നുണ്ടടി ആ ജനു പിന്നെ ജിഹാസ് ജനു എന്താ കളറ് പറഞ്ഞിട്ടില്ല ഈ കളർ ഇടാന് റെഡിനോട് താല്പര്യമില്ല അപ്പോൾ അവരൊക്കെ എത്താനുണ്ട് സാമുക്ക് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എൻ്റെ ഫെല്ലക്കുട്ടീനായിട്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടോ ആ അതിന് ചൂട് തീരെ പറ്റൂലടി അവസാനം ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് എത്തിയിരിക്കുകയാണ് ഈ വണ്ടി എന്തായാലും ഓഡിറ്റോറിയത്തേക്ക് വരുന്നില്ലല്ലേ അതൊക്കെ പെട്ടിയെടുക്കാം തുറക്കടാ ഞാൻ ഇവിടെ ഉണ്ട് പെട്ടിട്ട് ഞാൻ പിന്നെ ഫുൾ സെറ്റപ്പിലാണ് കുട്ടീൻ്റെ സാധനങ്ങൾ നിങ്ങളെ രണ്ടാളും ഇല്ല എടാ തുറന്നു കൊടുക്കണല്ലോ അവര് പാക്കിങ്ങല്ലേ സുഖം കിട്ടിയില്ലേ കഴിക്കും ഈ ഓർണമെന്റ്സിനെ കുറച്ച് നേരത്തെ വെച്ചോളൂ ഓഫീസ് ആ കയ്യിലേക്ക് നോക്കി നോക്കി ഈ ഷോൾഡർ കുറച്ച് ഇങ്ങോട്ട് ഷോൾഡറിൽ നോക്കി ഷോൾഡർ ആ ഓക്കെ ക്യാമറ വെക്കി ആ ഫാനൊന്ന് പിടിച്ചെടുക്കാം ഇറങ്ങിയ ഞാനൊന്ന് പിടിച്ചെടുക്കും തോടിമാരും അവരോട് ഓണാക്കാനും പറയല്ലേ അതടി അതിന്റെ നമുക്ക് കഴിഞ്ഞിക്കണ് പൊട്ടിട്ടൊന്നും ഉണ്ടാവില്ല അതാ ഒരു കാലുമത്തെ സോക്സ് ഇവിടെ ഉണ്ടോ ഷൂ ഇട്ടാ മതിയിരുന്നാ ഉറക്കം വന്നിക്കണല്ലേ ഒന്ന്
ഇതാടപ്പ വന്ന് ഉമ്മച്ചിന്റെ കുട്ടിയാ. ഇവിടെ ഇറങ്ങില്ലേ? ആ ഇറങ്ങണ്ട സൈഡാക്കട്ടെ. എടി അവളെ താഴത്ത് നിർത്താന് ജ്യൂസുണ്ടാ നോക്കട്ടെ, നിർത്താൻ അവളെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇട്ട് കൊടുക്കാനുണ്ട്. ഒന്നും ചെരുപ്പ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, ഒക്കെ ഇവിടെ ഉണ്ട്. ഊഞ്ഞാല ഊഞ്ഞാല നീലമ്മ ഊഞ്ഞാല ഊഞ്ഞാല. വാ അങ്ങോട്ട് പോരെ പൊന്നോ, അത് ഇറക്കി കൊടുത്താളെ. എല്ലാ കുട്ടി വന്നിട്ടുണ്ട്. വല്ല ചെറുതാവേ ഞാൻ വെറുതെ രസം. 6 മണി അങ്ങോട്ട് പോവായിരുന്നു നമുക്ക്. ചേരണ്ട നമ്മളത് ഇങ്ങനെയുണ്ട് ഗൈസ് വേഷം. ചിഞ്ചു ചെല്ലേ 1 2 3 4 ഇത് കസീനല്ല. ആ കുട്ടീനെ പാപ്പാക്കാൻ്റെ അടുത്ത് ഈ കുട്ടീനെ 2 മാസം അങ്ങോട്ട് നോക്കി മുതലാക്കിക്കോ. കെറ്റാള് നിക്കണേ ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഞാൻ ആക്കിക്കണേ. ആ നല്ല സ്മൈൽ അവിടെ കുട്ടിക്ക് തീരെ വാപ്പാനെ പറ്റണില്ല കേട്ടാ. സമയമെടുക്കും, ക്ഷമ വേണം. നല്ല സ്മൈൽ കേട്ടോ എല്ലാരും, നല്ല സ്മൈൽ. എല്ലാരും അവിടെ നോക്കിയാൽ സംസാരിക്കും. അവരാരും മാറി നോക്കി അവരെ നോക്കിയേ. അത് ചിരിച്ചിട്ട് എങ്ങട്ട് അതാണ് പറ്റാത്തത് അല്ലേ? അഭിനയിക്കാനാ പറ്റാത്തത്. വല്ലാത്ത ചിരിയായി പോയല്ല. നല്ല ചിരിയാണ് അവനെ നോക്കണോ? ഇഷ്ടായ അവിടെ എല്ലാരും കൂടെ ഊക്കാൻ നിക്കുന്നുണ്ട് കേട്ടാ. ഉമ്മച്ചി അവിടെ വ്ളോഗൊക്കെ ചെയ്യണുണ്ട് തോന്നണ്. എൻ്റെ മമ്മി ഭയങ്കര ഒരു വ്ളോഗറാണ് കേട്ടോ. അല്ലാ വെല്ലെന്താ മറ്റേ സലീം കുമാർ നടക്കണ പോലെ, മഴത്തുള്ളി കിലുക്കത്തില് സലീം കുമാർ നടക്കണ പോലെ. അളി സൂപ്പർ ചെയ്യണല്ല. എല്ലാ താനിഷ് നീ ആരെ റേറ്റിംഗ് കൊടുക്കേ? ഇതിൽ ഏത് മരുമകൻക്കാണ് റേറ്റിംഗ് കൊടുക്കുക?
ആരെ അവരെ ഈയും പോവാ ഭാര്യ ഇല്ലാതെ പറ്റൂല. ഏയ് ഇതാരെ വെറുകണൊക്കെ ഇട്ടിട്ട് ഡാഡി ബാങ്ക് കൊടുത്തു കേട്ടോ. റിജാ വന്ന ലുക്ക് കഴിക്കണ്. നൈല ആകെ ഫെല്ലന്റെ വിചാരമുള്ളൂ. ആക്കും അങ്ങനെ ആക്കും. നൈല നൈല ഒക്കെ കൂടി കണ്ടിട്ടാവും. മുന്നിൽ ആരാണൊരു ദാദാ സാഹിബ് പോണ്. മുന്നിലൊരു ദാദാ സാഹിബ് പോണ്. ദാദാ സാഹിബ് വരുന്നേ വഴി. ആ ആ അത് ഇടണം. എന്തായിരുന്നു ആ പാട്ട്? നമ്മുടെ ഓഡിറ്റോറിയം. അങ്ങനെ ഞങ്ങൾക്ക് മാച്ച് ചെയ്യാത്ത ഞങ്ങളെ ആങ്ങളമാര് 3 ആൺതരികൾ ഇങ്ങോട്ട് വന്നേ കാണട്ടെ. റീനു റിച്ച റിച്ച ഇത് നമ്മളെ ചിഞ്ചുവിൻ്റെ ആങ്ങള. അതെൻ്റെ ഒരേ ഒരാങ്ങള. ഇത് നമ്മളെ ഷിനുവിൻ്റെ ആങ്ങള. വാടാ ഇങ്ങോട്ട് വാടാ. ഞങ്ങളെ വീട്ടിലെ 3 ആൺതരികളാണ് കേട്ടാ. നിക്കടാ, ഒരുമിച്ച് നിക്കടാ. അടുത്തേക്കാന് അയ്യോ അങ്ങനൊന്നും അതൊന്നും ഇതിൽ വന്ന് പറയല്ലേ. കുട്ടി അപ്പിട്ടോന്ന്. എന്നാ ഞാൻ എൻ്റെ കുട്ടി ഒരൊറ്റ കല്യാണത്തിനും സ്റ്റേജുമ്മ പോയി കയറലില്ല. തള്ളി വിട്ടാലും കയറലില്ല. അപ്പോൾ പോയി ഇരുന്നിക്കണൊക്കെ. എന്ത് സ്റ്റേജിലൊരു പാട്ട് പാടും അമ്മ കുട്ടി? വാ ഇവിടെ വാ. കല്ലി പിന്നെ ആ കറി ഇവിടെ വാ. ഇവിടെ വന്ന് പാട്. അമ്മച്ചിക്ക് കേൾക്കണില്ല. ഇവിടെ വാ. ഇതെന്താണ് വിതരണം ചെയ്യുന്നുണ്ടല്ലോ എന്തോന്ന് തണുപ്പിക്കാൻ. എല്ലാരും കൂൾ ഡ്രിങ്ക്സ് കുടിക്കൂ. അതാ വാപ്പച്ചിയെ വാപ്പച്ചി വാപ്പച്ചി ഓടി വരണതാ. വാപ്പച്ചിയെ എന്നാ അമ്മ കുട്ടി അതാ ചിപ്സാണ് അവൾക്ക് വേണ്ടത്. അത് പൊട്ടിക്കണ്ട വെറുതെയാണ് അവള് കുടിക്കൂല. മൈലാഞ്ചി കല്യാണത്തിന് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ചുകൂടെ ഒക്കെ വേണമായിരുന്നു എന്ന്. അതെന്താണെന്ന് വെച്ചാലേ എൻ്റെ വീട്ടിലെ കല്യാണമല്ല, അപ്പോൾ എനിക്കിങ്ങനെ കൂടുതൽ വീഡിയോ എടുത്ത് നടക്കാൻ വയ്യല്ലോ. എന്നാലും ഞാൻ പലരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് കിട്ടൂല മറ്റുള്ളവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ സംസാരിച്ച് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോകാമല്ലോ. പക്ഷെ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഞാനിങ്ങനെ ക്യാമറ കൊണ്ടൊക്കെ നടക്കുമ്പോഴൊരു മടി. അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും കാണാൻ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായാലും മാത്രമല്ല ഇതൊന്നും കോപ്പിറൈറ്റ് കാരണം നമുക്ക് കൂടുതൽ ഇതിൽ ആഡ് ചെയ്യാനും വയ്യല്ലോ. പിന്നെ തലേന്ന് കല്യാണം അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, അധികവും പാട്ടൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കൽ ഫുഡ് അടിക്കലൊക്കെ തന്നെ. കല്യാണത്തിനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരെ ക്ഷണിച്ചിട്ടുള്ളതും കുറച്ചൊക്കെ പരിപാടികളുള്ളതും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് അറിയാം ഇത്തരം വീഡിയോസ്. അപ്പോൾ ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്.
ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞറിയിക്കണം കേട്ടോ. ഞാൻ കുറേ മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോസും കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ കല്യാണ വീഡിയോയും വിരുന്നിൻ്റെ വീഡിയോയും പിന്നെ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാവരും പറഞ്ഞറിയിക്കണം കമൻറ്റ് ബോക്സിൽ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.